ഹായ്, വെൽക്കം ടു സൂപ്പർ ക്യാമ്പസ്. അംബീഷ്യസ് ആയിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റിന്റെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എങ്ങനെ കണ്ടെത്തും എന്നത് കൺഫ്യൂഷനുകൾ ഒരുപാട് നിറഞ്ഞ ഒരു പ്രോസസ്സാണ്. ഒരുപാട് പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ സീരീസാണ് സൂപ്പർ ക്യാമ്പസ്. ഈ സൂപ്പർ ക്യാമ്പസിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ ക്യാമ്പസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്യാമ്പസിനെയും പല പാരാമീറ്റേഴ്സിൽ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്ന് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ? NIRF റാങ്കിങ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു റാങ്കിങ് തന്നെയാണ് അല്ലേ. അതിന്റെ കൂടെ തന്നെ NAAC അക്രഡിറ്റേഷൻ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻടേക്ക്, ഒരു വർഷം ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, അതിന്റെ കൂടെ തന്നെ ഒരു വർഷം ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി, അതിപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ആകാം, അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, കോളേജിൽ തന്നെ നൽകപ്പെടുന്ന മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടാകാം. ടോപ്പ് റിക്രൂട്ടേഴ്സ്, ഏറ്റവും മികച്ച റിക്രൂട്ടേഴ്സ്, ഗൂഗിൾ പോലെയുള്ള റിക്രൂട്ടേഴ്സ് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് വിദ്യാർത്ഥികളെ എടുക്കുന്നത് എന്നുള്ള കണക്കുകളെ അനലൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെന്റുകളെ അനലൈസ് ചെയ്തുകൊണ്ട്, ഇതുപോലെയുള്ള ബെസ്റ്റ് പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ സീരീസിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ക്യാമ്പസ് ഏതാണ്? ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 2 ക്യാമ്പസുകളാണുള്ളത്. നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസുമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഏതാണ്ട് 77ഓളം കോളേജുകളിൽ അധികം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയെ കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് NIRF റാങ്കിങ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 13 ആണ്. ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ 13ാം സ്ഥാനത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് ഈ ഒരു റാങ്കിങ് കൊണ്ട് തന്നെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. അതോടൊപ്പം ചേർത്ത് പറയാം NAAC അക്രഡിറ്റേഷനിൽ A+ കിട്ടിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു വർഷം എത്ര കുട്ടികളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ തേടുന്നത്? 50,000-ന് മുകളിൽ കുട്ടികളാണ് ഒരു വർഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നേടുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു പാരാമീറ്റർ ആണ് ഏറ്റവും അധികം പ്ലേസ്മെന്റുകൾ. നമ്മൾ പറഞ്ഞു 50%-ലധികം കുട്ടികൾക്കാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന 50%-ലധികം കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കുന്നു എന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി എന്തുമാത്രമാണ് എന്ന് ശരിക്കും നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി തരുന്ന മറ്റൊരു ഫാക്ടറാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്ലേസ്ഡ് ആകുന്ന സ്റ്റുഡൻസ് ഏതൊക്കെ കമ്പനികളിലേക്കാണ് ജോലിക്ക് കയറുന്നത്? വിപ്രോ, ഗൂഗിൾ, HCL പോലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പനികളിലേക്കാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ജോലി ലഭിക്കുന്നത് എന്ന് മറ്റൊരു സവിശേഷതയാണ്. അതിന്റെ കൂടെ ചേർത്ത് പഠിക്കാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് 5 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ ഇത്രയധികം ഫാക്ടേഴ്സ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിനെ ഒരു സൂപ്പർ ക്യാമ്പസ് ആക്കി മാറ്റുന്നത്. ഈ ഒരു സൂപ്പർ ക്യാമ്പസ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഇന്ന് പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. മറ്റൊരു ക്യാമ്പസിനെ പറ്റി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്